നമസ്കാരം, എല്ലാവർക്കും രാഹുൽസ് കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിപ്പറേഷൻ ഓഫ് അമൈൻസിന്റെ പ്രിപ്പറേഷൻ ആണ് ഫ്രം നൈട്രോ കോമ്പൗണ്ട്സ്. നൈട്രോ കോമ്പൗണ്ടിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് അമൈൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നൈട്രോ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ഏത് വേണാവാം. ഒന്നുകിൽ എന്ത് ചെയ്യാം, ഒരു NO2 ഉള്ള കോമ്പൗണ്ട്, അതിൽ നൈട്രോ എന്ന് പറയണേ. ഈ നൈട്രോ അപ്പൊ NO2 നമുക്ക് ഈ ഓക്സിജന്റെ സ്ഥാനത്ത് ഞാൻ ഹൈഡ്രജനെ കൊണ്ടുവന്നാൽ മാത്രം പോരെ എന്ത് എനിക്ക് അമൈൻസ് കിട്ടാൻ. അപ്പൊ നമുക്ക് ഓക്സിജനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റിഡക്ഷൻ, അല്ലെങ്കിൽ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്സ്. എന്ത് ചെയ്യാ, നൈട്രോ കോമ്പൗണ്ട് എന്ത് ചെയ്യാ, റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട് എന്ത് ചെയ്യണം, നൈട്രോ കോമ്പൗണ്ടിൽ എന്ത് ചെയ്യണം, റിഡക്ഷൻ ചെയ്യണം. ഓക്കെ, ഇവിടെ ഹൈഡ്രജൻ ആഡ് ചെയ്യാനായിട്ട് ആദ്യം എന്ത് ചെയ്യണം, ഹൈഡ്രജൻ ഗ്യാസ് വേണം ആണല്ലോ. കൂടാതെ ഒരു കാറ്റലിസ്റ്റ് വേണം. കാറ്റലിസ്റ്റ് ആയിട്ട് നമുക്ക് പെലേഡിയമോ അല്ലെങ്കിൽ നിക്കലോ അല്ലെങ്കിൽ പ്ലാറ്റിനമോ എടുക്കാം. ആരൊക്കെ എടുക്കാം, പെലേഡിയമോ നിക്കലോ പ്ലാറ്റിനമോ എടുക്കാം. എന്ത് ചെയ്യാം, ഹൈഡ്രജൻ ഗ്യാസ് കടത്തി വിടണം, കാറ്റലിസ്റ്റ് ആയിട്ട് എടുക്കാം. കൂടാതെ ഒരു സോൾവെന്റ് വേണം. ആ സോൾവെന്റ് ആണ് എത്തനോള്. ശ്രദ്ധിക്കണേ, ഒരു നൈട്രോ കോമ്പൗണ്ട് ഉണ്ട്. ആ നൈട്രോ കോമ്പൗണ്ടിൽ എന്ത് ചെയ്യണം, ഈ ഓക്സിജന്റെ സ്ഥാനത്ത് ഹൈഡ്രജനെ കൊണ്ടുവന്നാൽ മതി. അപ്പൊ അതിനാണ് എന്ത് ചെയ്യണേ, കാറ്റലിസ്റ്റ് ആയിട്ട് പെലേഡിയമോ നിക്കലോ പ്ലാറ്റിനോ എടുത്തിട്ട് എന്ത് ചെയ്യും, ഹൈഡ്രജൻ ഗ്യാസിനെ ഇതിലൂടെ പാസ് ചെയ്യും. ഒരു സോൾവെന്റ് നമുക്ക് അതിന് കൂടെ വേണം. ആ സോൾവെന്റ് ആണ് ആര്, നമ്മുടെ എത്തനോള്, C2H5OH. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഈ ഓക്സിജന്റെ സ്ഥാനത്ത് ആര് വരും, നമ്മുടെ H2 കയറി വരും. ഇപ്പൊ NH2 ഇപ്പൊ എന്തായി, ഒരു അനിലിനായി അല്ലെ, ബെൻസാൻ അമൈനായി. ഓക്കെ, ഒരു അനിലിനും കിട്ടി. ഇത് അരൈൽ കോമ്പൗണ്ടിൽ മാത്രമല്ല, നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആൽക്കൈൽ കോമ്പൗണ്ടിലൂടെ എന്ത് ചെയ്യാം, ഈ പ്രോസസ്സ് ഇതേ കാര്യങ്ങൾ ചെയ്യാം. എന്ത് ചെയ്യാം, ഒരു ആൽക്കൈൽ കോമ്പൗണ്ട് എടുക്കുക, ഒരു നൈട്രോ കോമ്പൗണ്ട് എടുക്കുക, ഹൈഡ്രജൻ ഗ്യാസിന് എന്ത് ചെയ്യുക, കടത്തി വിടണം. ഇൻ ദ പ്രസൻസ് ഓഫ് പെലേഡിയം നിക്കൽ പ്ലാറ്റിനം. അപ്പൊ എന്ത് ചെയ്യണം, അവിടെ എന്തുണ്ടായിരിക്കണം, എത്രയോൾ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ആരെ കിട്ടും, CH2 NH2 ആകും. എന്ത് ചെയ്യും, ഹൈഡ്രജന്റെ സ്ഥാനത്ത് ആര് കയറും, ഓക്സിജന്റെ സ്ഥാനത്ത് ആര് കയറും, ഹൈഡ്രജൻ കയറും. അതാണ് റിഡക്ഷൻ മെത്തേഡ്. എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ഓക്സിജൻ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ഹൈഡ്രജൻ ആഡ് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്, ഇത് മാച്ചോട്ടെ. ഓക്കെ, നമുക്ക് എന്താണ് പ്രധാനപ്പെട്ട കാര്യം നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഹൈഡ്രജൻ ആഡ് ചെയ്യാനായിട്ട് 10A+HCl അല്ലെങ്കിൽ Fe+HCl എടുത്താൽ മതി. ശ്രദ്ധിക്കണേ, പരീക്ഷയ്ക്ക് ഇതാ ഇത്രയും തന്നിട്ട് നിങ്ങളോട് എഴുതാൻ പറഞ്ഞാൽ പോലും ഹൈഡ്രജൻ ആണ് ആഡ് ചെയ്യണമെന്നുള്ള കാര്യം ഓർമ്മ വരൂല. ശ്രദ്ധിക്കണം, 10+HCl അല്ലെങ്കിൽ Iron+HCl എന്ത് ചെയ്യണം, നൈട്രോ കോമ്പൗണ്ട്. ഇവിടെയാണ് ശരിയാ വേണ്ട, ഇവിടെയാണ് സെയിം ആണ്. 10+HCl അല്ലെങ്കിൽ Iron+HCl എടുത്താൽ എന്ത് ചെയ്യും, നമുക്ക് റിഡക്ഷൻ സംഭവിച്ചിട്ട് എന്ത് കിട്ടും, ഓക്സിജന്റെ സ്ഥാനത്ത് ഹൈഡ്രജൻ കിട്ടും. ഓക്കെ, ഇതാണ് റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, Iron+HCl. അതായത് നമുക്ക് ഈ അയണില് അയൺ വളരെ കുറച്ച മോഡല് സ്ക്രാപ്പ് അയൺ എടുത്താൽ മതി. മാത്രമല്ല HCl വളരെ കുറച്ചെടുത്താൽ മതി. കാരണം ഇവര് തമ്മിൽ കമ്പൈൻ ചെയ്ത് FeCl2 ഉണ്ടാവും. എന്നിട്ട് ആ FeCl2 എന്തെന്നറിയാമോ, അത് ഹൈഡ്രോളിസിസ് ചെയ്യും, അതിനകത്ത് വെള്ളം ആഡ് ചെയ്യും. ആ സമയത്ത് HCl റിലീസ് ചെയ്യും. മനസ്സിലായ, നമുക്ക് അയൺ ശ്രദ്ധിക്കണം, അയൺ കുറച്ച് സ്ക്രാപ്പ് വേസ്റ്റ് അയൺ എടുത്താൽ മതി, HCl വളരെ കുറച്ചെടുത്താൽ മതി. എന്ത് ചെയ്യും, അവര് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് FeCl2 ഉണ്ടാവും. ആ FeCl2 എന്ത് ചെയ്യും, ഹൈഡ്രോളിസിസ് സംഭവിച്ചിട്ട് എന്ത് ചെയ്യും, HCl റിലീസ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ലാഭത്തിൽ എന്ത് ചെയ്യാം, എനിക്ക് അമൈൻസ് പ്രൊഡ്യൂസ് ചെയ്യാം. ഇവിടെയും സെയിം ആണേ. ഓക്കെ, ഇതാണ് റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്. അടുത്ത മെത്തേഡിലോട്ട് പോവേണം, അടുത്ത ക്ലാസ്സിൽ കാണാം. തൊട്ടടുത്ത വീഡിയോ തന്നെയുണ്ട്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.